അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 2 വ്യാഴാഴ്ച. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകളും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ. റവന്യൂ മന്ത്രി ഇന്ന് വയനാട്ടിൽ ഭൂമിയുടെ മതിപ്പ് വില നിശ്ചയിക്കാനുള്ള നടപടികളടക്കം വിലയിരുത്തും. തുടർന്ന് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിലും പങ്കെടുക്കും. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2018 ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെ മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടിയുടെ നിക്ഷേപം നടത്തിയെന്നും, എന്നാൽ 2019 കമ്പനി ലിക്വിഡേറ്റ് ചെയ്തതിനാൽ പലിശ ഉൾപ്പെടെ KFCക്ക് കിട്ടേണ്ടിയിരുന്നത് 101 കോടിയാണെങ്കിലും കിട്ടിയത് 7 കോടി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC 60 കോടി നിക്ഷേപിച്ചതിൽ അഴിമതിയെന്ന VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. ആക്ഷേപത്തിന് തെളിവ് ഹാജരാക്കണമെന്നും ധനകാര്യ സ്ഥാപനത്തിന് RBIയുടെ ഷെഡ്യൂൾഡ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാമെന്ന മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു നിക്ഷേപമെന്നും ഡബിൾ റേറ്റിംഗ് ഉള്ള റിലയൻസിലാണ് അന്ന് നിക്ഷേപം നടത്തിയതെന്നും തോമസ് ഐസക് പറഞ്ഞു. പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി അവസരം നൽകിയതിനെ NSSനോട് നന്ദിയെന്നും ജീവിതത്തിൽ അഭിമാനമായി കാണുന്ന മുഹൂർത്തമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തികഞ്ഞ അഭിമാനബോധത്തോടുകൂടിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും സമുദായത്തെ കരുത്തനായി നയിക്കുന്ന ആളാണ് സുകുമാരൻ നായരെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ലെന്നും കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നതെന്നും ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്ന പരിപാടികൾക്കെതിരെ നടപടിയുമായി കൊച്ചി കോർപ്പറേഷൻ. മെറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്കെതിരെ കോർപ്പറേഷൻ നോട്ടീസ് നൽകി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഫ്ലവർ ഷോ ഉടൻ നിർത്തിവെക്കാനാണ് നിർദ്ദേശം. ഉമാ തോമസ് MLAയുടെ അപകടത്തിന് പിന്നാലെയാണ് കോർപ്പറേഷന്റെ ഇടപെടൽ. എന്നാൽ ഇത്തരമൊരു സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും പന്തൽ നിർമ്മിച്ചതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടാണ് കത്ത് ലഭിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. മാസപ്പടി വിവാദത്തിൽ വീണ വിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ. എന്നാൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് മറുപടി കിട്ടിയത്. വീണയെ സംരക്ഷിക്കാൻ ധനമന്ത്രിയെക്കൊണ്ട് CPM കള്ളം പറയിപ്പിച്ചു. 1.72 കോടിക്ക് നികുതി അടച്ചോ എന്നായിരുന്നു തന്റെ ചോദ്യം. എന്നാൽ നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. കൊച്ചിയിലെ നൃത്തപരിപാടിക്കിടെ MLA ഉമാ തോമസിനെ അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. വേദിയുടെ മുൻവശത്ത് വേണ്ടത്ര സ്ഥലമില്ലായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിൻനിരയിൽ നിന്ന് ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നതും ആദ്യം ഒരു കസേരയിലിരുന്ന ശേഷം
പിന്നീട് മാറിയിരിക്കുന്നതും വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ട് MLA വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വൻ വീഴ്ചയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കലൂരിലെ നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗാവിഷന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു. നൃത്താധ്യാപകർ പണം കൈമാറിയ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. സംഘാടകർക്കെതിരെ സാമ്പത്തിക ചൂഷണത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം വിവാദം തുടരുന്നതിനിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. പരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടെയാണ് നടി മടങ്ങിയത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കാമെന്ന് സാമൂഹികാഘാത പഠന റിപ്പോർട്ട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് കൈമാറി. പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. വിശദമായ റിപ്പോർട്ട് കളക്ടർ സംസ്ഥാന സർക്കാരിനെ കൈമാറും. കണ്ണൂർ വളക്കയിലെ സ്കൂൾ ബസ് അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെയും വണ്ടി ഓടിച്ചെന്നാണ് FIR-ൽ പറയുന്നത്. ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യും. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. MS സൊല്യൂഷൻസിനെതിരെ കൂടുതൽ നടപടിയുമായി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ 2 ബാങ്ക് അക്കൌണ്ടുകൾ ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചു. SBI അക്കൌണ്ടിൽ 24 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഒളിവിൽ പോയ CEO ഷുഹൈബിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. കലാ കായിക മേളകളിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി സർക്കാർ ഉത്തരവിറക്കി. കഴിഞ്ഞ കായികമേളയുടെ പ്രതിഷേധങ്ങളിൽ അധ്യാപകർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ. നാവാമുകുന്ദ സ്കൂളിലെ 3 പേർക്കും മാർ ബേസിലിലെ 2 പേർക്കുമെതിരെയാണ് നടപടി. കായികമേളയിലെ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിച്ച സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. യമൻ പൌരനെ കൊലപ്പെടുത്തി എന്ന കേസിൽ ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ. മാനുഷിക പരിഗണന നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിനിടെയായിരുന്നു പ്രതികരണം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ ക്യാമറ കണ്ടെത്തിയതിന് പിന്നാലെ ഹൈദരാബാദിലെ മെഡ്ചലിലുള്ള CMR എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സംഭവത്തിൽ അടിയന്തര നടപടികൾ വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 മാസത്തോളമായി നിരവധി വിദ്യാർത്ഥിനികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് ആരോപണം. ഹോസ്റ്റലിലെ അടുക്കള ജോലിക്കാരാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും വിദ്യാർത്ഥിനികൾ പോലീസിനോട് പറഞ്ഞു. സൈബർ തട്ടിപ്പുകാരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സ്ആപ്പ് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സൈബർ ക്രൈമുകൾക്ക് വാട്സ്ആപ്പാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നതെന്നും വാട്സ്ആപ്പിനെ കൂടാതെ ടെലഗ്രാമും ഇൻസ്റ്റഗ്രാമും സൈബർ തട്ടിപ്പ് കൂടുതലായി നടക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ലിസ്റ്റിലുണ്ടെന്നുമാണ് റിപ്പോർട്ട്. ദില്ലിയിലും അയൽ സംസ്ഥാനങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച ശക്തമായതോടെ നിരവധി ഹൈവേകൾ അടച്ചു. ദില്ലി, രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും തണുപ്പ് അതികഠിനമായി. 6 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഏറ്റവും കുറഞ്ഞ താപനില. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. ഡ്രൈവറാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റതായും പോലീസ് അറിയിച്ചു. ഇന്ധനവും സ്ഫോടക വസ്തുക്കൾ നിറച്ച മോട്ടോറുകളും നിറച്ച വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. ഇവയുടെ അവശിഷ്ടങ്ങൾ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമേരിക്കയിലെ ലാസ് വെഗാസിലുള്ള ട്രംപ് ഹോട്ടലിന് മുൻപിൽ ടെസ്ലയുടെ സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവം തീവ്രവാദി ആക്രമണമെന്ന് വിശേഷിപ്പിച്ച് ടെസ്ല സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് രംഗത്തെത്തി. സൈബർ ട്രക്കിന്റെ ഡിസൈൻ സ്ഫോടനത്തിന്റെ ആഘാതം കുറച്ചെന്നും ഹോട്ടൽ ലോബിയുടെ ഗ്ലാസ് ഡോർ പോലും തകർന്നിട്ടില്ലെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ പുതുവർഷാഘോഷത്തിനിടയിൽ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഇടിച്ചുകയറ്റിയ അക്രമി
US സൈന്യത്തിൽ 13 വർഷം സേവനം നടത്തിയയാൾ. ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന 42-കാരനാണ് 15 പേരുടെ ജീവനെടുത്ത അക്രമി. ഇയാൾ ഓടിച്ചിരുന്ന ട്രക്കിൽ നിന്ന് IS പതാക കണ്ടെടുത്തെന്ന് FBI വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുവർഷാഘോഷത്തിനിടെ US-ൽ വീണ്ടും വെടിവെപ്പ്. ന്യൂയോർക്കിലെ ക്വീൻസിലെ നൈറ്റ് ക്ലബിന് മുന്നിലാണ് വെടിവെപ്പുണ്ടായത്. ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് വിവരം. നൈറ്റ് ക്ലബിനുള്ളിൽ കയറാൻ കാത്തുനിന്ന 80ഓളം ആളുകൾക്കിടയിലേക്കാണ് അക്രമി വെടിയുതിർക്കുന്നത്. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാളെ ആരംഭിക്കുന്ന ഇന്ത്യക്കെതിരായ സിഡ്നി ടെസ്റ്റിനുള്ള പ്ലേയിംഗ് 11 പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. ആദ്യ 4 ടെസ്റ്റുകളിലും കളിച്ച മിച്ചൽ മാർഷ് പ്ലേയിംഗ് 11-ൽ നിന്ന് പുറത്തായപ്പോൾ പുതുമുഖ ഓൾറൌണ്ടർ ബ്ലൂ വെബ്സ്റ്റർ ഓസിസ് ടീമിൽ അരങ്ങേറും. ഓപ്പണർമാരായ യുവതാരം സാം കോൺസ്റ്റാസും ഉസ്മാൻ ഖവാജിയും തന്നെയാണ് സിഡ്നിയിലും ഇറങ്ങുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.